വാർത്തകളിലേക്ക് വിശദമായി. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന 4 യാത്രികരെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം VSSCയിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. മലയാളിയായ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് സംഘത്തലവൻ. അംഗദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻശു ശുക്ല എന്നിവരാണ് മറ്റ് സംഘാംഗങ്ങൾ. Group Captain Prashant Balakrishnan Nair. Captain Ajit Krishnan. Wing Commander Shubhanshu Shukla. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, കേരളത്തിന്, മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഒരു നേട്ടത്തിന്റെ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. സംഘത്തലവനായ പ്രശാന്ത് ബാലകൃഷ്ണന്റെ ഒരു പശ്ചാത്തലം എന്തൊക്കെയാണ് ഈ ഗഗൻയാൻ ദൗത്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾ? ലിബീഷ്, ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. VSSCയിലേക്ക് പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തിയതോടെ തന്നെ പുറപ്പെട്ടിരുന്നു. അവിടെ 4 പേരുടെ പേരുകൾ പ്രഖ്യാപിച്ചു. ഗഗൻയാൻ യാത്രയ്ക്ക് പോകേണ്ട 4 പേരുടെ പേരുകൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് സംഘത്തലവൻ. മറ്റു 3 പേരെ കൂടി, അതായത് ശുഭാൻശു ശുക്ലയും മറ്റ് യാത്രികരുമൊക്കെ ഈ പ്രഖ്യാപനത്തിലുണ്ട്. ഈ 4 പേരും ഗഗൻയാൻ യാത്രയ്ക്കായിട്ട് പുറപ്പെടുമ്പോൾ തന്നെ ഇവരെല്ലാവരും വ്യോമസേന വിംഗ് കമാൻഡർമാരെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ പ്രതീക്ഷയും കൈവരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിൻ്റെ അഭിമാനകരമായ നേട്ടമാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമാകാൻ ഒരു മലയാളിക്ക് കൂടെ അവസരമുണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി എല്ലാവരെയും വേദിയിലേക്ക് വിളിച്ച് അഭിനന്ദിച്ചുകൊണ്ട് തന്നെയായിരുന്നു പേര് പ്രഖ്യാപിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ തന്നെ ലോകത്തിൻ്റെ മുന്നിൽ എത്തിപ്പെടേണ്ട ഒരു വലിയ നേട്ടം തന്നെയാണ് ഇന്ന് തലസ്ഥാനത്ത് പ്രഖ്യാപിച്ചത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തന്നെയാണ് ഇവരുടെ സംഘത്തലവനായി വന്നിരിക്കുന്നത്. ഏതായാലും ഗ്രൂപ്പ് ക്യാപ്റ്റനായി അദ്ദേഹത്തെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 പേരും ഗഗൻയാൻ മിഷനിലേക്ക് ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, വലിയൊരു നേട്ടം, സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് ഗഗൻയാൻ പദ്ധതി. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷമെന്നും അഭിമാനകരമായ നേട്ടം തന്നെയാണ് എന്ന് തന്നെയാണ് എല്ലാവരും മറുപടി നൽകിയത്. അത്തരത്തിലുള്ളൊരു ഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനത്തിനും അതുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് ഓസ്ട്രോനോട്ട് ബാഡ്ജുകളും അവർക്ക് കൈമാറി. അതിനുശേഷമാണ് അദ്ദേഹം ഇനി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വരിക. സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJPയുടെ രാഷ്ട്രീയ സമ്മേളന പരിപാടിയിലേക്കാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ എത്തുന്നതിനായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അഭിമാന നിമിഷം. ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായി വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അംഗദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ശുഭാൻശു ശുക്ല എന്നിവരാണ് മറ്റ് സംഘാംഗങ്ങൾ. വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.